കാസർഗോഡ് നാലത്തടുക്കയിൽ 24-കാരി ജീവനൊടുക്കിയ സംഭവം, അതിൽ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വർണം മോഷ്ടിച്ചുവെന്ന വ്യാജ ആരോപണത്തെ തുടർന്ന് അയൽവാസികളിൽ നിന്ന് പോലീസിൽ നിന്നും നേരിട്ട ക്രൂരമായ മാനസിക പീഡനത്തിൽ മനംനൊന്താണ് ഈ യുവതി ജീവനൊടുക്കിയത് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കാസർഗോഡ് നാലത്തടുക്കയിലെ ജസീലയാണ് അപമാനം സഹിക്കാൻ കഴിയാതെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷം ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആദ്യം ആ വീഡിയോയിലേക്ക്. എൻ്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാനെടുത്തു എന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കറിയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കാർ. ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എല്ലാവരും അറിഞ്ഞില്ല കാര്യം. എൻ്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല. എല്ലാവരും മരിക്കേണ്ട അവസ്ഥയില്ല. എൻ്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എൻ്റെ ഫ്രണ്ട് അഫ്രീദിൻ്റെ ഉമ്മ അപ്പ അവർ വീട്ടുകാരെടുക്കാൻ എന്നെ നാണം കെടുത്തിട്ട് പറഞ്ഞിട്ട് രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ടായി. അവരെന്തൊക്കെയോ അനാവശ്യം പറഞ്ഞിട്ട് പോയി. എന്നെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊരു പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവർ നിന്റെ ഭാഗത്ത് തന്നെ പോയിട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാണ്. എൻ്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്. ഹസ്ബൻഡിൻ്റെ ഉമ്മ അതിനധികം ജീവിച്ചിരിക്കില്ല. എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മോള് പഠിക്കാൻ പോകുന്നിട്ട് ചങ്ങായി ഉണ്ടായിരുന്നു. ആ ചങ്ങായി അവളോട് 2 പൗണ് വാങ്ങി ഫാൻസി തുടങ്ങിയിട്ട്. എന്നിട്ടേക്ക് ഫാൻസി തുടങ്ങിയിട്ട് എനിക്ക് അറിയാല. ഓറ് ഓറെ പേരത്തെ 9 പൗണ് കാണലായിട്ട് ഇവിടെ പ്രശ്നമാക്കാന്ന് വന്നു. ആ പേരത്തെ ഉമ്മാവും ആ ചെക്കനും വന്നിട്ട് എല്ലാവരും ഭീഷണിപ്പെടുത്തി. അവൾ മുസാബല പിടിച്ച് ഞാൻ 9 പൗണ് എടുത്തിട്ടാ എന്നെ പറയണ്ട, ഞാൻ മരിച്ചോ, നീ വെച്ച് നമുക്ക് എന്ത് കേട്ടോ. എന്നിട്ട് അവള് ബേജാറ് കൊണ്ട് മരിച്ച ആലൂർ പോലീസ് വിളിപ്പിച്ചിന്. എന്നിട്ട് ഞാനും ഓളും പോയിട്ടാകുമ്പോൾ ഓളിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയും. ഞാൻ പൊന്നെടുത്തിട്ടാ എന്നെ പറയുമ്പോൾ പോലീസ് അവിടെ പറഞ്ഞ് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയില്ല, നീ എന്നെ എടുത്തിനെ ഉള്ളാൾ തന്നെ കഴിഞ്ഞിട്ട് ബേജാറാക്കി. അപ്പോൾ ഞാനും കേട്ട് പോലീസ് നായനൊക്കെ കൊണ്ട് നമുക്ക് തെളിയല്ലേ. അപ്പോൾ പറഞ്ഞ് പോലീസ് നായനൊന്നും കൊണ്ടുവരാൻ കഴിയല. അത് അന്ന് തന്നെ കൊണ്ടുവരണം ചെയ്ത്. പിന്നെ ഓർമ്മ തേടുന്ന ഓളം ഭീഷണിപ്പെടുത്തി. ഈ മെച്ച് ഞങ്ങൾക്ക് ഭർത്താവിൻ്റെ ഉമ്മാവും വന്നിന്, പൊങ്ങും വന്നിന്. ഓർമ്മത്ത് ഓളെ എന്തെല്ലാം പറഞ്ഞു, എനിക്ക് വേണ്ട, ഉള്ളവരുടെ DNA ടെസ്റ്റ് എടുക്കണം എന്നെല്ലാം പറഞ്ഞു. ഒക്കെ ബേജാറായിട്ട് ഒരാൾ പാപ്പം ആരെ എതിർ പറയാല. അങ്ങനത്തെ പെണ്ണ് 2 പിള്ളേരുണ്ട്. പിള്ളേർ പോയി, ഉമ്മ പോയി. ഓളൊരു വത്തപ്പെടുത്തി തടയാറേ ഇങ്ങോട്ട് കള്ളപ്പേര് വരുമ്പോൾ ബേജാറായി. പിന്നെ വേറെ എന്തെല്ലാം ഈ പെക്കറെന്തെല്ലാം ഇളെ പറ്റിയിട്ട് ഉണ്ടാക്കി, പൊട്ടിപ്പേരെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഉണ്ടാക്കി. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ പീടിയെടുത്ത് മൂട്ടിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി. സഹിക്കാൻ കഴിയായിട്ട് ഓളെ വെച്ച്. KV ബൈജു കൂടുതൽ വിവരങ്ങൾ നൽകും. ബൈജു, വല്ലാതെ വിഷമമുണ്ടാക്കുന്നതാണ് ഒരു നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി വീഡിയോ ചിത്രീകരിച്ച ശേഷം ജീവനെടുക്കുന്ന സാഹചര്യം. ആ പെൺകുട്ടി നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഈ ആരോപണം ഉയർന്നത്? എൽദോ, ആരെയും ഉള്ളിലേക്കുന്നതാണ് ജസീല എന്ന 24-കാരിയുടെ വാക്കുകൾ. ആ വീഡിയോ മുഴുവൻ ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കാം അവർ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു എന്നത്. കാരണം ചെയ്യാത്ത കുറ്റത്തിന്, അതായത് അയൽവാസിയുടെ വീട്ടിൽ നിന്നും സ്വർണം മോഷണം പോകുന്നു, അത് ജസീല മോഷ്ടിച്ചെന്ന് പറഞ്ഞ് ആദൂർ പോലീസിൽ പരാതി നൽകുന്നു. അങ്ങനെ ആദൂർ പോലീസ് ജസീലയെ വിളിപ്പിക്കുന്നു, നിരന്തരം ചോദ്യം ചെയ്യുന്നു. അതിൽ ഗുരുതരമായ ഒരു കാര്യമുള്ളത്, ഇതിൽ പരാമർശിക്കുന്നത് വനിതാ ഉദ്യോഗസ്ഥ പോലും ഉണ്ടായിരുന്നില്ല ചോദ്യം ചെയ്യലിലെന്നാണ്. അവസാനം പോലീസിന് ഇത് കുറ്റം തെളിയിക്കാനായില്ല, ജസീലയെ വെറുതെ വിടുന്നു. പക്ഷേ ജസീല ഒരു കള്ളിയാണ് എന്ന തരത്തിൽ നാട്ടിൽ വലിയ തോതിൽ പ്രചരണം നടക്കുന്നു. അതോടൊപ്പം സ്വഭാവ ഹത്യ ചെയ്യുന്ന രീതിയിൽ ഇവരെ വലിയ തോതിൽ ഈ പ്രചരണം നടത്തുന്നു. ഇതെല്ലാം സഹിക്ക വയ്യാതെയാണ്
ആ ഒരു വീഡിയോയിൽ ഇതെല്ലാം പറയുന്നുണ്ട് ജസീല. അങ്ങനെ എലിവിഷം കഴിച്ച് കഴിഞ്ഞ ഞായറാഴ്ച സ്വന്തം വീട്ടിൽ നാലത്തരത്തിലുള്ള സ്വന്തം വീട്ടിൽ എലിവിഷം കഴിച്ച് അവശയാകുന്നു. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിക്കുകയും കഴിഞ്ഞ ദിവസമാണ് അവർ മരണത്തിലേക്ക് കീഴടങ്ങുന്നത്. ഈ മരിക്കുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഇവർ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർക്ക് നേരിട്ട ദുരനുഭവം, ആ വിഷമം പങ്കിടാൻ അദൂർ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവർ പരാതി പോലും സ്വീകരിക്കാൻ തയ്യാറായില്ല. അത്തരത്തിൽ ഗുരുതരമായ ആരോപണമുണ്ട്. ഇവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, 2 ചെറിയ കുട്ടികളാണ് ജസീലയ്ക്കുള്ളത്. ആ കുട്ടികൾ ഇനി എങ്ങനെ ജീവിക്കും? ഒരു കള്ളി അല്ലെങ്കിൽ ഒരു മോഷ്ടിച്ച ഒരാളുടെ മക്കൾ എന്ന നിലയിൽ അവർ വളർന്നാൽ എന്തായിരിക്കും? പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. അപമാന ഭാരം കൊണ്ട് അത്രത്തോളം വലിയ തോതിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു നൽകിയതിന് ശേഷമായിരുന്നു ജസീല ആത്മഹത്യാ ശ്രമം നടത്തുന്നതും ഇന്നലെയാണ് ജസീല മരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇവർ കുടുംബം പറയുന്നത്. പ്രധാനമായും ഈ അയൽവാസിയാണ് ഇത്തരത്തിൽ 9 പവനോളം സ്വർണം അവിടെ നിന്ന് മോഷണം പോയി എന്ന് പരാതി നൽകുന്നത്. ആ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ജസീലയെ ഈ ഒരു കുറ്റം ജസീലയുടെ മേൽ ആരോപിക്കാനുള്ള കാരണം എന്താണ്? അതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഇതിൽ നീതി വേണം എന്ന ഒരു ആവശ്യം കുടുംബം പറയുന്നു. ജസീലയുടെ മരണത്തിന് ഉത്തരവാദികളായവർ ഈ അയൽവാസികളാണ്. അതോടൊപ്പം ഭർത്താവിന്റെ വീട്ടിൽ നിന്നും വലിയ തോതിലുള്ള പീഡനം ഇവർക്ക് അനുഭവപ്പെടേണ്ടി വരുന്നു എന്നാണ് ഇവരുടെ സ്വന്തം ഉമ്മ പറയുന്നത്. അതിലെല്ലാം അന്വേഷണം വേണമെന്ന് ഈ കുടുംബം പറയുന്നുണ്ട്. സഹോദരനും അതുപോലെ തന്നെ ബന്ധുവും ഇതിൽ കൃത്യമായ മൊഴി നൽകിയിട്ടുണ്ട്. ഇവരുടെ മരിക്കാനിടയായ സാഹചര്യം, അത്തരം സംഭവങ്ങളൊക്കെ മൊഴി നൽകിയിട്ടുണ്ട്. ജസീല അത്രത്തോളം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ആ വീഡിയോ. 5 മിനിറ്റോളമുള്ള ആ വീഡിയോയിൽ ജസീല എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. താൻ നിരപരാധിയാണ്, തന്നെ ഒരു മോഷ്ടാവാക്കാൻ ശ്രമിച്ചു, പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ, വലിയ തോതിൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നു. 2 കുട്ടികൾ ഇനി ഒരു കള്ളിയുടെ അല്ലെങ്കിൽ ഒരു മോഷ്ടാവിന്റെ മക്കൾ എന്ന നില അറിയപ്പെടും. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം വലിയ സങ്കടം നേരിട്ടു. പക്ഷേ നീതി തേടി പല വാതിൽക്കൽ മുട്ടിയപ്പോഴും അവിടെയെല്ലാം ഇത്തരത്തിൽ അവഗണന മാത്രം. പ്രത്യേകിച്ച് അദൂർ പോലീസ് സ്റ്റേഷനെതിരെയാണ് ഗുരുതര ആരോപണമുള്ളത്. ഒന്ന്, ഈ ജസീലയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പോലും ഇല്ലാതെ ഇവരെ നിരന്തരം ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിച്ചു. ഇത് താൻ നേരിട്ട വിഷമം, തനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു എന്ന് ആരോപിച്ച് പരാതിയുമായി എത്തിയപ്പോൾ അദൂർ പോലീസ് അത് സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല. അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ ഒരു അനാസ്ഥ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ പോലീസ് ഇതിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നും 24-കാരിയായ ജസീല ജീവിച്ചിരിക്കുമായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ നീതി ലഭിച്ചില്ല മകൾക്ക്. റൈറ്റ് ബൈജു, ജീവിച്ചിരിക്കുമ്പോൾ ജസീലയ്ക്ക് നീതി കിട്ടിയില്ല. ഇനിയെങ്കിലും അവളുടെ നിരപരാധിത്വം ബോധ്യപ്പെടേണ്ട സാഹചര്യമുണ്ട് എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. എന്നാണെങ്കിലും ഒരു ജീവനാണ് ഇല്ലാതായത്. അത് ആരും ഉന്നയിച്ച ആരോപണമായെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കി എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് സങ്കടകരമായിട്ടുള്ള കാഴ്ച.